ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ രണ്ട് ധ്രുവങ്ങളാണ് വാഷിംഗ്ടണും ടെഹ്റാനും. കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായി തുടരുന്ന ഈ ശത്രുത ഇപ്പോൾ അതിന്റെ അത്യധികമായ ഒരു സൈനിക നീക്കത്തിലേക്ക് വഴിമാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കൻ നാവികസേനയുടെ കരുത്തിന്റെ പ്രതീകമായ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ദക്ഷിണ ചൈന കടലിലെ സൈനിക അഭ്യാസങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ വമ്പൻ സന്നാഹത്തെ അടിയന്തരമായി ഇന്ത്യൻ മഹാസമുദ്രം വഴി പേർഷ്യൻ ഗൾഫിലേക്ക് മാറ്റുകയാണ് അമേരിക്ക. 3 ഡിസ്ട്രോയർ കപ്പലുകളും സ്പോട്ട് വെസ്റ്റലുകളും ഇതിനൊപ്പമുണ്ട്. ഇറാനെതിരെയുള്ള ഈ നീക്കം വെറും ഒരു ഭീഷണിയല്ലെന്നും ആവശ്യമായി വന്നാൽ ശക്തമായി തിരിച്ചടി നൽകാൻ തങ്ങൾ സജ്ജരാണെന്നുമാണ് അമേരിക്ക നൽകുന്ന സന്ദേശം. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന് ശേഷം ട്രംപ് നടത്തിയ പ്രസ്താവന ഇതിനെ ശരിവെക്കുന്നതാണ്. ഇറാൻ ഓരോ ചുവടും തങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും ഒരു വലിയ നാവിക സന്നാഹം ഗൾഫിലേക്ക് എത്തുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ കേവലം ഒരു സർക്കാർ വിരുദ്ധ പ്രകടനമല്ല. പണപ്പെരുപ്പം, രാജ്യത്തെ കറൻസിയായ റിയാലിന്റെ മൂല്യ തകർച്ച, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് എന്നിവയിൽ പ്രതിഷേധിച്ച് സാധാരണ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുകയായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ ഇറാൻ ഭരണകൂടം അടിച്ചമർത്താൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇറാൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3117 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ഇത് 10,000-ന് മുകളിലാകാൻ സാധ്യതയുണ്ട്. പ്രതിഷേധത്തിന്റെ ഭാഗമായി തൂക്കിലേറ്റാനുള്ള ഇറാന്റെ തീരുമാനം വലിയ ആഗോള പ്രതിഷേധത്തിനും കാരണമായി. 837 പേരെ വധശിക്ഷയിൽ നിന്നും തന്റെ ഇടപെടൽ മൂലം രക്ഷിക്കാൻ സാധിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ വധശിക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും സൈനിക സമ്മർദ്ദം കുറയ്ക്കാൻ അമേരിക്ക തയ്യാറല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ജനാധിപത്യ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സൗദി അറേബ്യയുമായുള്ള അമേരിക്കയുടെ ബന്ധവും ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള അമേരിക്കയുടെ എതിർപ്പും ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണങ്ങളാണ്. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തത്. ഇത് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ സഹായിച്ചുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇറാന്റെ നിലപാട്. രാജ്യത്തെ സൈനിക സന്നാഹം ഏത് നിമിഷവും പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് ഇറാൻ സൈനിക മേധാവികൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയുടെ സൈനിക നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സമാധാനപരമായ പ്രതിഷേധക്കാരെ അമേരിക്കൻ ചാരന്മാർ വഴി അക്രമസക്തമാക്കുകയാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. ഗൾഫ് മേഖലയിൽ ഒരു യുദ്ധം സംഭവിച്ചാൽ അത് ലോകത്തെ ആകെ സാമ്പത്തികമായി ബാധിക്കും. ലോകത്തെ എണ്ണ ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിലെ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇവിടെ സംഘർഷം ഉണ്ടായാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കും. ആഗോള വിപണി ഇപ്പോൾ തന്നെ മാന്ദ്യത്തിന്റെ ഭീഷണിയിലാണ്. ഒരു യുദ്ധം കൂടി സംഭവിക്കുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയെ തളർത്തും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പ്രധാന ഊർജ്ജ പങ്കാളിയാണ്. ഗൾഫ് മേഖലയിലെ സംഘർഷം ഇന്ത്യയുടെ പ്രവാസികളെയും ബാധിക്കും. ലക്ഷക്കണക്കിന് മലയാളികളാണ് ആ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്ന് ട്രംപ് ആവർത്തിക്കുന്നത് ഒരു ശുഭസൂചനയായി കാണാമെങ്കിലും സൈനിക നീക്കങ്ങൾ ആ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു. അമേരിക്കയുടെ സൈനിക നീക്കം ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ സമ്മർദ്ദ തന്ത്രം മാത്രമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാനിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെങ്കിലും അത് മറ്റൊരു രക്തരൂക്ഷിതമായ യുദ്ധത്തിലേക്കാകരുത് എന്നതാണ് ലോകത്തിന്റെ പൊതുവായ ആവശ്യം. നയതന്ത്രപരമായ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ ആഗോള സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. ഒരു പുതിയ യുദ്ധം താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ലെന്നും ഇരു രാജ്യങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്നുമാണ് UN ഔദ്യോഗിക നിലപാട്.